എനിക്ക് മോളും ഉണ്ട് മരുമോനും ഉണ്ട്. എന്നിട്ട് എന്താ പ്രയോജനം? ഉച്ച കഴിഞ്ഞാലും എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നടന്നു വെറുത്ത് 8 മണി കഴിഞ്ഞിട്ടും പള്ളിയുറക്കം ഇതുവരെ തീർന്നിട്ടില്ല. എൻ്റെ കാലം ഒന്ന് കഴിയട്ടെ. അവളൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാമല്ലോ അപ്പോഴ്. ചായ ഉണ്ടോ അമ്മേ? ചായ ഇട്ടില്ലേ അമ്മേ? ഓ ഇന്നലെ എന്ത് മഴയായിരുന്നു അമ്മേ. തണുത്ത് വിറച്ചതേ ഏട്ടനോടെ പൊതച്ചു കൂടി കിടന്ന് ഉറങ്ങുവാ. ചേട്ടാ ഇതൊരു പട്ടാളക്കാരൻ്റെ വീടാണ്. നല്ല അടക്കോ ഒതുക്കോട്ട് കഴിഞ്ഞ വീടായിരുന്നു, അറിയാമോ? അതിനെന്താ അമ്മ എണീറ്റപ്പോ രാവിലെ എന്നെ വിളിച്ചാ പോരായിരുന്നോ? അമ്മ വിളിക്കാത്തോണ്ടല്ലേ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്ന ചെറുക്കനായിരുന്നു എൻ്റെ. അറിയാമോ നിനക്ക്? ആ എനിക്കറിയാം അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വന്നേന്ന്. എന്താണ്? എന്നെ കല്യാണം കഴിച്ച പിന്നെയാണ് ഏട്ടൻ ചീത്തയായത്. അത്രയും കാലം നല്ല മോനായിരുന്നു, അതല്ലേ? ആ അത് പകൽ പോലെ സത്യമായ കാര്യം തന്നെ. ദേ അമ്മേ, ഞാൻ അവിടെ ഏട്ടനെ പിടിച്ചു കെട്ടി ഇട്ടിട്ടൊന്നും ഇല്ല. വേണമെങ്കിൽ എണീറ്റ് വരാലോ. അമ്മ ചുമ്മാ എപ്പോഴും ഇങ്ങനെ പറയും. എന്റെ പൊന്നു ജമന്തി, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ. നീ നിന്റെ കാര്യം നോക്ക് പോയി. അമ്മയുടെ അടുത്ത് ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഇനി മേലെ അങ്ങനെ പറയരുത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഏട്ടൻ ചീത്തായെന്ന്. എടി അത് സത്യമായ കാര്യമാ. അതിന് മുമ്പ് അവൻ നല്ലവൻ തന്നെയായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനി അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. ഓ എന്നാ പിന്നെ എന്തിനാ മോനെ പെണ്ണ് കെട്ടിക്കാൻ പോയത്? ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കേറി വന്നൊന്നും അല്ലല്ലോ. അമ്മ അവിടെ വന്ന് പെണ്ണ് കണ്ട് ആലോചിച്ച് കല്യാണം നടത്തിയിട്ട് എന്നെ കൊണ്ടുവന്നതല്ലേ? എടി എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാ. ഒരു പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ആലോചിച്ച് തന്നെയാ കെട്ടിക്കൊണ്ട് വീട്ടിൽ വരുന്നത്. അല്ലാതെ അവളെ ഓടിപ്പഴി എവിടെയെങ്കിലും പോയി അള്ളിപ്പറിച്ചോണ്ട് വരികയല്ല ചെയ്യുന്നത്. എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റം പറയണേ? അങ്ങനെയാണെങ്കിൽ അമ്മ പെണ്ണ് കെട്ടിക്കണ്ടായിരുന്നല്ലോ മോനെ. അല്ല പള്ളിയിലച്ഛനും അവനും വിടായിരുന്നില്ലേ? ഇപ്പൊ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. അല്ല വേറെയും ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. എന്തെന്ന് കാര്യം? അല്ല നീ കനകനെയും കൊണ്ട് മാറി താമസിക്കാൻ പോണെന്ന്. അമ്മേ ഇങ്ങോട്ട് നോക്കിയേ. എന്താന്ന്? വെറുതെ മനസ്സറിയാത്ത കാര്യം പറയരുത് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ ഞാൻ അറിഞ്ഞത്. അമ്മേ എനിക്കറിയാം. അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യം വന്നാ അപ്പൊ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കൂടി കൂട്ടി എന്റെ തലയെ കൊണ്ടുവന്ന് വെക്കണം. അത്രേ ഉള്ളൂ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ എന്റെ ജോലി ചെയ്ത് തീർക്കട്ടെ. രാവിലെ തുടങ്ങി രണ്ടും. എന്റെ ദൈവമേ, ഇത് എന്തൊരു കഷ്ടപ്പാടാണെന്നോ. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി. അത് ചെയ്യൂലല്ലോ. എന്താ പ്രശ്നം? രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ എന്റെ വീട്ടിലെങ്ങാ പോയി നിൽക്കാൻ പോവാ. എന്നാ പൊക്കോ, ഇനി സമയം കളയണ്ട. അല്ല നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അവസാനം ഒരു കാര്യത്തിൽ കൊണ്ട് നിർത്തും. എന്റെ മോൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് അവൻ എന്ത് നല്ലതായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാ ഇങ്ങനെ ആയത്. മനപ്പുറം എന്നെ കുത്തി പറയുന്നല്ലേ അത്? അത് വളരെ കറക്റ്റ് അല്ലേ? അമ്മ പറഞ്ഞത് എന്താ തെറ്റ്? എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ കേട്ടോ. എടി കല്യാണത്തിന് മുമ്പ് ഞാൻ നല്ലതായിരുന്നു. അതിന് ശേഷം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി പോയത്. ഭയങ്കര നല്ലയോ. പോയിട്ട് ചായ എടുത്തിട്ട് പോവാ. എനിക്ക് ചെയ്യാം. വേണ്ട, ഒരു ചായ എടുത്തിട്ട് പോവാ മതി. നിങ്ങൾ അമ്മയും മോനും ഒരു സെറ്റ് അല്ലേ? അങ്ങോട്ട് ചെല്ല്, അമ്മ തരും. ഭാര്യമാരായ ഇങ്ങനെ തന്നെ വേണം. ഒന്നും പറഞ്ഞാൽ കേൾക്കരുത്. ഇതാണടി അമ്മ പറഞ്ഞോണ്ടിരിക്കണത് എന്നോട്. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പോകുമ്പോ ഹലോ, പറയേ. എന്താ അത്? കുറച്ച് കുറച്ച് അടച്ചോണ്ടിരുന്നല്ലേ? എന്നിട്ട് അച്ഛൻ എന്താ ഇത്രയും കാലമായിട്ട് പറയാതിരുന്നേ? ഇതിപ്പോ അവസാന നിമിഷം എന്ത് കാണിക്കാനാ? ഇനിയിപ്പോ എന്താ ചെയ്യണേ? ഞാനിവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിക്കട്ടെ, ഞാൻ വിളിച്ചോളാം. ആരാ വിളിച്ചത്? വീട്ടിന്നാ.
ഇവിടെ വഴക്കുണ്ടാവേണ്ട താമസം ഇത് നേരെ അങ്ങ് വീട്ടിൽ വിളിച്ച് പറഞ്ഞല്ലേ. ഏടി ഒരു വീടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അത് ഉടനെ അങ്ങ് വീട്ടിൽ വിളിച്ച് പറഞ്ഞതിന് ഇതത്ര നല്ല സ്വഭാവം ഒന്നല്ല കേട്ടാ. അതല്ല ഏട്ടാ. ഏട്ടാ അതെ, അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? അച്ഛനൊരു ലോൺ ഉണ്ടായിരുന്നില്ലേ, അത് ഏതൊക്കെയോ അടവും മുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം അച്ഛൻ ആരോടും പറഞ്ഞില്ല. ഇപ്പം ജപ്തി നോട്ടീസ് വന്നേക്കണോന്ന്. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ. 50,000 രൂപയാ ഞാൻ കൊടുക്കാനാ? ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കും? ഏട്ടാ ഇതുവരെ അവരൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോ അത്യാവശ്യം വന്നോണ്ടാ. നീ ഒന്നും മിണ്ടാണ്ടിരുന്ന ജമന്തി. എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. ഇപ്പൊ നാളെ കുറച്ച് പൈസ ഉണ്ടായിരുന്ന ബാങ്കിൽ അടക്കണം എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊണ്ടുപോയി അടച്ചില്ലേ? നീ എന്നല്ലേ കടം വിട്ടിക്കോ എന്ന് പറഞ്ഞത്? ഏട്ടാ അങ്ങനെ പറയല്ലേ ഏട്ടാ. എവിടുന്നെങ്കിലും നമുക്ക് കുറച്ച് പൈസ കൊടുക്കണം. എവിടുന്ന് എടുത്ത് കൊടുക്കും? എന്റെ കയ്യിലില്ല, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് നാത്തൂനോട് ചോദിച്ചാലോ? പറ്റിയ ആള് ക്ലീറ്റസിന്റെ അടുത്തല്ലേ. കുട്ടിക്ക് ട്യൂഷൻ ഫീസ് കൊടുത്ത് ഞാനാണ്. എവിടുന്നെങ്കിലും കുറച്ച് പൈസ മറിക്കാം, അതൊന്ന് ചോദിക്കാം. ഇനിയിപ്പോ ഫാസിലിനോട് ചോദിക്കാന്ന് വിചാരിച്ച അവന്റെ കയ്യിലൊന്നും പൈസ ഇല്ല, അമ്മാവന്റെ കയ്യിലും പൈസ ഇല്ല. പിന്നെ ഇത് എവിടുന്ന് എടുത്ത് കൊടുക്കാനാണ്? അമ്മാവനോട് നമ്മൾ ചോദിച്ചില്ലല്ലോ, ഒന്ന് ചോദിച്ചു നോക്കാം. എടി അമ്മാവന്റെ വണ്ടി കേടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് 2,000 രൂപ എന്റെ അടുത്ത് ചോദിച്ചത്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ അടുത്ത് ഒരു കൊടുക്കും മാർഗമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കിക്കോ. അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചോ. ഏട്ടന്റെ ഓഫീസിൽ ആരോടെങ്കിലും? ഓഫീസിലൊന്നും ചോദിച്ചാൽ കിട്ടില്ലാന്ന്. എവിടുന്നെങ്കിലും കുറച്ച് പൈസ കൊടുക്കണം. എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഏട്ടാ അവര് പിന്നെ ആരോട് ചോദിക്കും? നമുക്കേ ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കിയാലോ? ഫസ്റ്റ് പത്ര നേരം അമ്മയോട് വഴക്കൂടിയോ നീയല്ലേ അല്ലേ? ഇങ്ങനെ വഴക്കിടുമ്പോഴൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്നൊക്കെ ആലോചിക്കണം. ഒരു ആവശ്യം വരുമ്പോ ഏട്ടാ. അമ്മയോട് ഞാൻ ചോദിക്കില്ല, ഞാൻ ചോദിച്ചാലൊന്നും പൈസ കിട്ടില്ല. ഒന്ന് ചോദിച്ചു നോക്കേട്ടാ. കിട്ടില്ലാന്ന്. അതും കുറച്ച് പൈസ ഒന്നല്ലോ, 50,000 രൂപയൊക്കെ അമ്മയോട് ചോദിച്ചാൽ കിട്ടുമോ? ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ തരൂലേ? പിന്നെ ചോദിക്കേണ്ട ആവശ്യം എടുത്തു തരും. ഏട്ടാ ഒന്ന് ചോദിക്കേട്ടാ. ഞാൻ ചോദിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ചോദിച്ചാൽ തരില്ല, അതാണ്. എന്നാ പിന്നെ ചോദിച്ചാൽ കിട്ടാനൊരു മാർഗമുണ്ട്. എന്ത് മാർഗം? ഏട്ടൻ അമ്മയുടെ അടുത്ത് പറയണം, അവരിതുവരെ പൈസ ചോദിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ ചോദിക്കണേ. ഇപ്പൊ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഹവീൽദാർ വീരഭദ്രൻ പിള്ളയ്ക്കാ നാണക്കേടെന്ന് പറയണം. ഏട്ടൻ അച്ഛൻ്റെ മോനല്ലേ, അപ്പൊ ഏട്ടന് നാണക്കേട് വന്നാ അച്ഛന് നാണക്കേടല്ലേ, അച്ഛന് നാണക്കേട് വന്നാ അമ്മയ്ക്ക് നാണക്കേടല്ലേ. അപ്പൊ തരും. ചോദിക്കട്ടാ. നീ ഐഡിയ ഒക്കെ എവിടുന്ന് പഠിച്ച അമ്മയുടെ അടുത്ത്? ഗതി കെടുമ്പോ ഓരോന്ന് വന്നതായിട്ടാ. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുക്കണം പ്ലീസ്.